കുറിച്ചുമല്ല. ആരെക്കുറിച്ചാണ്? സാത്താനെ കുറിച്ച്. സാത്താനെ കുറിച്ച് അറിയാമോ? സാത്താനെ കുറിച്ച് അറിയാമോ? അറിയത്തില്ല. സാത്താനെ കുറിച്ച് അറിയാമോ? അറിയാം? ഇല്ല. അറിയാം, ഇല്ല, അറിയത്തില്ല. അറിയാമോ ഏറ്റവും പുറകിലെ സാത്താൻ ആരാണെന്ന്? അറിയത്തില്ല. ഇവിടെ സാത്താനെ കുറിച്ച് പറയുക, സാത്താൻ അത് കണ്ട് വ്യസനിക്കും. ഒന്നോർക്കെ പറഞ്ഞേ, സാത്താൻ അത് കണ്ട് വ്യസനിക്കും. രണ്ടാമത്, സാത്താൻ പല്ല് കടിച്ച് കുലുങ്ങിപ്പോകും. സാത്താന്റെ ആശ നശിച്ചു പോകും. പിശാചിന്റെ ആശ. ഇത് വേണോ നിങ്ങളുടെ വീട്ടിൽ? വേണ്ട. നമ്മുടെ ഇരിപ്പ് കണ്ട വേണ്ടെന്നാണ്. വേണം. അപ്പൊ നമ്മള് ഒരു യുദ്ധക്കളത്തിലാണ്. നമ്മൾ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? സാത്താനാണ്, പിശാച്. പിശാചിനെ തോൽപ്പിക്കണം എങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ പിശാച് ആരാണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലേ? പിശാചിനെ കുറിച്ച് അറിയണ്ടേ? അവൻ ആരാണ്? സാത്താൻ ആരാണ്? ആ എനിമി ആരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. അതിന് ആധാരമായിട്ട് ഈ ഭാഗം ഇത് കുറിവാക്യമായിട്ട് നിങ്ങൾ വെക്കുക. നമ്മൾ ഇതിന്റെ ചില ഭാഗങ്ങൾ പുറകിലേക്ക് നമ്മൾ ചിന്തിക്കാണ്ട് പോവുകയാണ്. അതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ. 2 Corinthians chapter 2:11. 2 Corinthians ലേഖനം 2-ാം അധ്യായം. അതിന്റെ റെഫറൻസ് നിങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കഴിവതും നോട്ട് ചെയ്യുക. ചുമ്മാ ഇരിക്കരുത്. അല്ലെങ്കിൽ മൊബൈലിനകത്താണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് നോട്ട് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എവിടെ മെസ്സേജ് കേൾക്കുകയാണെങ്കിൽ ഞാൻ സജിതയുടെ വാട്സപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇതിന്റെ റെഫറൻസ് ഇങ്ങനെ സജിതയ്ക്ക് അയച്ചുകൊണ്ടിരിക്കും. അപ്പം അത് വീട്ടിൽ പോയി അതൊന്നുകൂടെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ സാത്താൻ ആരാണ്? വായിച്ചതിന്റെ മുകളിലെടുത്ത് 2 Corinthians ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. അപ്പൊ അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്ത. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം, അല്ലേ? സാത്താന്റെ കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ സിഗരറ്റിന്റെ പാക്കറ്റ്, സിഗരറ്റ് ഉപയോഗിക്കുന്നവന് പലരും ഉണ്ടായിരുന്നു, ഇന്ന് ഉപയോഗിക്കുന്നില്ല. ദൈവത്തിന് നന്ദി. ബീഡിയുടെ പാക്കറ്റിന്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്. എന്താ പറയുക? സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അത് പുകവലി, അതുകൊണ്ട് ആരും വലിക്കുന്നില്ലേ അതിനകത്ത്. അപ്പം എന്താണെന്ന് അറിയാം എന്നിട്ടും, അല്ലേ, ആ പുറകെ പോകും. ഈ പരിപാടി എവിടെ നടക്കുന്നില്ല? പിശാചിനെ തോൽപ്പിക്കുന്ന കാര്യത്തിൽ നടക്കുന്നില്ല. മദ്യത്തിന്റെ ആണെങ്കിലും, അല്ലേ, ആൽക്കഹോൾ, അത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നത്. എല്ലാം നമുക്ക് അറിയാം, പക്ഷെ നമുക്കത് സാധിക്കുന്നില്ല. തെറ്റെന്താണെന്ന് നമുക്കറിയാം, പക്ഷെ തെറ്റിൽ നിന്ന് കയറി വരാൻ പറ്റുന്നില്ല. അപ്പൊ ശരി എന്താണെന്നും തെറ്റെന്താണെന്നും ഒക്കെ നമ്മുടെ മുൻപിൽ ഉണ്ട്, പക്ഷെ നമുക്ക് പലതിനോടും ജയിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ, നമ്മുടെ ദോഷഫലം ഞാൻ പറയാം. ഞാൻ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയുക, അതിനെ നീ വലുതാകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്തേക്കരുത്, സ്മോക്ക് ചെയ്തേക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ അപ്പ പണി നോക്കേ. പിന്നെ അപ്പനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ എന്ന് ചോദിക്കും. വലുതായി അവനൊരു മുറുകെട്ടി വലിക്കുമ്പോഴും ഞാൻ അവനെ ബ്ലോക്ക് ചെയ്താൽ ശരിക്കും തെറ്റുകാരൻ അവനാണോ ഞാനാണോ? അപ്പനാണ്, അല്ലേ? ശരിയല്ലേ? ഞാൻ വെള്ളം അടിച്ച് കിറങ്ങി കിടന്നിട്ട് അവൻ ഒരു കുപ്പി എടുത്ത്, അവൻ അടിക്കുന്ന പോലെ ഒരു കുപ്പി എടുത്തിട്ട് വന്ന മോനെ അത് തെറ്റാടാന്ന് പറഞ്ഞാൽ ഒരു കാര്യവും. അപ്പം ശരിക്കും ആരാണ് നന്നാകേണ്ടത്? പേരൻസ്. ഹല്ലേലൂയ. നമുക്ക് ശരിക്കും നമ്മുടെ കുടുംബജീവിതത്തെ തകർക്കുന്ന എനിമിയെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. 100%. ഇവിടെ തിരുവചനം ഓർമ്മിപ്പിക്കുന്നു, സാത്താൻ നമ്മളെ എന്ത് ചെയ്യരുത്? പറഞ്ഞേ, തോൽപ്പിക്കരുത്. പറഞ്ഞാട്ടെ. അപ്പൊ തോൽപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ ആ വാക്കിന്റെ അർത്ഥം തന്നെ അവൻ നമ്മളെ തോൽപ്പിക്കാനുള്ള തന്ത്രവുമായിട്ട് അവൻ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്, അല്ലേ? ശരിയല്ലേ? അപ്പൊ ശരിക്കും നമുക്ക് ജയിക്കണം എന്നുള്ള ഒരു അറിവ്, ബോധം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം, മനസ്സിനകത്തുണ്ടായിരിക്കണം. ഇവിടെ പറയാം, സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. എന്നിട്ട് അടുത്തത് പറയുക, അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരല്ലല്ലോ. ഇത് പൗലോസ് പറഞ്ഞ് ഓർമ്മിപ്പിക്കുക. ഇനി 1-2 കാര്യങ്ങളോട് ഓർമ്മിപ്പിക്കാം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. 1 Peter chapter 5:8 ഒന്ന് വായിക്കാമോ? നിർമ്മലരായിരിപ്പിൻ. 2 ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ. അപ്പൊ പ്രതിയോഗി എന്നായിട്ടിരിക്കുന്നത് ഭരണപക്ഷമുണ്ട്, ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട്. അപ്പൊ പ്രതിപക്ഷം സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ഭരണപക്ഷത്തിന് നന്നായിട്ട് ഭരിക്കാൻ പറ്റത്തുള്ളൂ. ശരിയാണോ? അതുകൊണ്ടാണ് പ്രതിപക്ഷത്തെ നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്.
ഇതുപോലെ ജയിക്കണമെങ്കിൽ പിശാചിനെയും അവന്റെ തന്ത്രങ്ങളെയും കുറിച്ച് വ്യക്തമായി നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ പറയണം, നിർമ്മലരായിരിപ്പിൻ, 2 ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, അടുത്തത് അലറുന്ന സിംഹം എന്ന പോലെ ആരേ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ്. അവന്റെ തെരച്ചിലിനകത്ത് ആരുണ്ട്? ആരൊക്കെയാണോ ചിന്തിക്കും, തിരഞ്ഞ് അവൻ ചുറ്റി നടക്കുന്നു. അപ്പൊ ഇതാണ് സാത്താനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ഇനിയും ചില കാര്യങ്ങൾ, ഇതെല്ലാം പുതിയ നിയമത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ, മറന്നു പോകരുത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 27-ാമത്തെ വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 4:27 വായിക്കാമോ? പിശാചിന് ഇടം കൊടുക്കരുത്. അടുത്ത കാര്യം പറയാം, പിശാചിന് എന്ത് ചെയ്തേക്കരുത് എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് പറഞ്ഞേ. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിനെ കൊടുത്താൽ ചില ആൾക്കാർ കവന്ന് വീണ അവിടെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ, പിശാചിന് ഇടം കൊടുത്താൽ പിന്നെ പിശാച് അവിടെ കൊണ്ടേ തീർന്നുള്ളൂ, അവൻ പോകത്തുള്ളൂ. അല്ലേ? അങ്ങനെയല്ലേ ആലപ്പുഴ മസി? അതെ അതെ അതെ. അടുത്തത് ഇവിടെ പറയുകയാണ്, ഇപ്പൊ വായിച്ച എഫേസ്യർ 4:27 6:11 വായിച്ച. എഫേസ്യർ 6:11. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ, അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ്വ ആയുധവർഗവും നമ്മൾ എന്ത് ചെയ്യണം? ധരിച്ചുകൊള്ളുക. അപ്പൊ അവനോട് നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. അടുത്ത് നിൽക്കാന്നല്ല, ഇപ്പൊ എല്ലാരും അടുത്ത് നിൽക്കുക. അടുത്ത് നിൽക്കുകയല്ല ചെയ്യേണ്ടത്, പിന്നെ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. എതിർത്ത് നിൽക്കുന്നത് എങ്ങനെയാ? എതിർത്ത് നിൽക്കുന്നത്? എതിർക്കുക എന്ന് പറഞ്ഞാൽ എന്തോ? തടയുക, അല്ലേ? അതല്ലേ ഇതിന്റെ അർത്ഥം, തടയുക എന്നുള്ളതാണ്. ഇവിടെ സൂക്ഷിക്കുക, എതിർത്ത് നിൽക്കാൻ കഴിയുക. ഇനി എന്താണ് യാക്കോബ് 4:7 പറയുന്നത്? യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന കാര്യം 4:7. ഇവിടെ പറയുകയാണ്. അപ്പം ഇപ്പൊ എല്ലാരും എവിടെ കീഴടങ്ങിയിരിക്കുക? ആ സാത്താന് കീഴടങ്ങിയിരിക്കുക. മിക്കവാറും സാത്താന്റെ പരിപാടികളാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവികമായിട്ടുള്ളത് എത്ര ഉണ്ടെന്ന് നമ്മളൊക്കെ ചികഞ്ഞ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയും, ഇവിടെ ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞ് നിങ്ങളെ സുഖിപ്പിച്ചു വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ജയിക്കുന്നവരായിരിക്കണം. എന്റെ ലക്ഷ്യമാണ് നിങ്ങളെ ലോകത്തിലെ ഒരു ശക്തിയും കീഴ്പ്പെടുത്തരുത്. അത് എന്റെ ഒരു ആഗ്രഹമാണ്. ഹല്ലേലൂയ. ഇവിടെ പറയാൻ നിങ്ങൾ ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. ദൈവത്തിന് കീഴടങ്ങിയിരിക്കും. എന്നിട്ട് പറയാ, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടെന്ത് ചെയ്യും? ഓടിപ്പോകും. അപ്പം ആർക്ക് കീഴടങ്ങിയാൽ പിശാച് ഓടിപ്പോകും? മറന്നു പോകരുത്. ഇവിടെ വ്യക്തമായിട്ട് ദൈവസഭയെ പൗലോസ് അപ്പോസ്തലൻ ഹൃദയംഗമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുക. സാത്താന്റെ തന്ത്രങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരല്ലല്ലോ. ഉള്ളി പൊളിച്ച കാര്യവും ആവശ്യമില്ലാത്ത അതും പണ്ട് പായടപ്പിയിട്ടതും ഇതൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുന്നാൽ ശരിക്കും പറഞ്ഞ് നമുക്ക് സാത്താനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ചില കാര്യങ്ങൾ മറക്കാൻ പഠിപ്പിക്കണേ. ഞാൻ പറയുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മറക്കണം. അപ്പൊ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ കാര്യം ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മളോട് മോശമായി ഇടപെട്ടെന്നും പ്രവർത്തിച്ചത് ഒരു ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് തലയ്ക്കകത്ത് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് പ്രശ്നമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് പ്രശ്നമാണ്. അപ്പൊ ദൈവത്തോട് പറയണം, ചില കാര്യങ്ങളൊക്കെ മറക്കാൻ പഠിപ്പിക്കണേ. ഇവിടെ എന്റെ വിഷയം ഇതാണ്, സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് പിശാച് നമ്മളെ കൊടുക്കാൻ നോക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നോ പറഞ്ഞു നമുക്ക് മാറി പോകാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. ഇവിടെ പിശാചിന്റെ 2 പ്രധാനപ്പെട്ട ലക്ഷ്യം പറഞ്ഞത്. 2 ലക്ഷ്യം മറന്നു പോകരുത്. സാത്താന്റെ നമ്മളോടുള്ള 2 ലക്ഷ്യം, അല്ലെങ്കിൽ ലോകത്തോടുള്ള 2 ലക്ഷ്യം. ഒരുവൻ യേശുവിലേക്ക് വരാതിരിക്കാനുള്ള സകല വഴികളും അവൻ അടയ്ക്കാൻ നോക്കും. ഞാൻ ഈ പറഞ്ഞത് കേട്ടോ? ഒരു മനുഷ്യൻ യേശുവിലേക്ക് വരാതിരിക്കാനുള്ള സകല പഴുതും സാത്താൻ അടയ്ക്കാൻ നോക്കും. ഒരാളോടൊന്ന് പറഞ്ഞു,
ഹല്ലേലൂയ. അപ്പൊ സാത്താൻ കൊണ്ടുവരുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? ഒരു മനുഷ്യൻ യേശുവിലേക്ക് വരുവാൻ വരാതിരിക്കാനുള്ള സകല പഴുതും അവനെന്ത് ചെയ്യും? അതെ. കാരണം എന്താ? അവൻ യേശുവിൽ വന്നാൽ വിടുവിക്കപ്പെടും. കിട്ടുന്നുണ്ടോ? ഒരുവൻ യേശുവിൽ വന്നാൽ അവൻ സ്വർഗ്ഗത്തിൽ പോകും. ഒരുത്തൻ മനസ്സാന്തരപ്പെട്ടാൽ കർത്താവിന്റെ രാജ്യത്തിൽ ഒരാളുടെ കൂടും. പിശാചിന്റെ ആഗ്രഹം അതല്ല. പിശാചിന്റെ ആഗ്രഹം അവന്റെ രാജ്യത്തിൽ ഒരാളെ കൂടെ കിട്ടുക എന്നുള്ളത് അവന്റെ ആഗ്രഹം അല്ലേ? അതല്ലേ? ഒരു കുടുംബത്തിൽ, ഒരു വീട്ടിൽ താമസിക്കുന്ന മദ്യപാനിയായ ഒരു മനുഷ്യന് ഭാര്യ ഏതാ, പെൺമക്കളേതാ, ആൺമക്കളേതാന്ന് തിരിച്ചറിയാനുള്ള കണ്ണില്ലാത്ത ഇരുട്ടിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകല്ലേ? ആലപ്പുഴക്കാരോട് പറയാം, 4-5 വർഷം മുൻപ് ഒരു സഹോദരി ആലപ്പുഴയിൽ വലിയ ഹൈ ക്ലാസ് വീട്ടിലെ ഒരു പുള്ളിക്കാരത്തി നല്ലൊരു ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ ഡെലിവറി നടത്തിയിട്ട് വീട്ടിൽ വന്നു. നോക്കാൻ ഒരു സേവകനെ നിർത്തി. രാത്രി കുഞ്ഞ് കരയുന്നു എന്നുള്ള പേരിൽ ദിവസങ്ങൾ മാത്രം പ്രായമായ കുഞ്ഞിനെ വാഷിംഗ് മെഷീൻ അകത്തിട്ടിട്ട് ആ ടാപ്പ് തുറന്നു വിട്ടവൾ ആലപ്പുഴക്കാരത്തി വരുത്തി. എന്തുകൊണ്ടാ? ഇരുട്ടിന്റെ രാജ്യത്തിലാണ്. പിടികിട്ടുന്നുണ്ടോ? മനുഷ്യപ്പറ്റില്ലാത്ത ഒരു രാജ്യത്തിലാണ് ഈ വ്യക്തികൾ ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം സാത്താൻ ആരാണെന്ന്. അപ്പൊ ഒരു വ്യക്തി യേശുവിലേക്ക് വരാതിരിക്കാനുള്ള എല്ലാ വഴിയും സാത്താൻ നോക്കും. രണ്ടാമത്തെ സാത്താന്റെ ചിന്ത, യേശുവുമായി വ്യക്തിപരമായ ഒരു ബന്ധവും ഉണ്ടാകാതിരിക്കാൻ അവൻ തന്ത്രം മെനയും. കേട്ടോ? യേശുവുമായിട്ട് ഒരു ബന്ധവും സ്ഥാപിക്കാതിരിക്കാനുള്ള സകല അളവും അവൻ ചെയ്യും. ശനിയാഴ്ച വൈകിട്ട് ഒരു 500 രൂപ കയ്യിൽ കിട്ടിയാൽ മതി, തീരുമാനം മാറും. അച്ഛാ നാളെ സൺഡേയാ, എല്ലും കപ്പയും മേടിച്ചേക്കാം. കൊണ്ട കിട്ടിയതേ ഉള്ളൂ, ഇവന്റെ ആരാധന പോയി. രാവിലെ കയറി വന്ന് അമ്മാച്ചൻ വന്നു പറഞ്ഞ് രാവിലെ അമ്മാച്ചന്മാരെ കൊണ്ടുവരുന്ന പരിപാടിയും, രാവിലെ എല്ലും കപ്പയും കൊണ്ടുവരുന്ന പരിപാടിയും, രാവിലെ മഴയാണെന്നും പറഞ്ഞ് കൊട കയറിയതാണെന്നും പറഞ്ഞുള്ള അടവും, ഇതെല്ലാം ഞാനും യേശുവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ, ആ ബന്ധത്തെ, ആ സംസർഗത്തെ നശിപ്പിക്കുന്നതാണെങ്കിൽ അതിനോട് നമ്മൾ എന്ത് ചെയ്യണം? നോ പറയണം. ചില പെണ്ണുങ്ങളുണ്ട്, ഭർത്താക്കന്മാർ ഇതിൽ വന്ന് വരുന്നില്ലെങ്കിൽ പിന്നെ അവരും പള്ളിക്കാരത്ത്. സെൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ ചിലര് പോകും, ചിലരെന്ത് ചെയ്തില്ല. ഓ, ഇതൊക്കെ എന്തേലും കൂടിയതാണ്. സാത്താന്റെ അടവ് നോക്കണേ. ദയവ് ചെയ്ത് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. സാത്താന്റെ രണ്ടാമത്തെ അടവ്, യേശുവുമായി വ്യക്തിപരമായ ഒരു ബന്ധവും ഉണ്ടാകാതിരിക്കാൻ സാത്താൻ ചെയ്യാവുന്ന സകല പഴുതും അടവും അവൻ ചെയ്തിരിക്കും. ജയിക്കണോ വേണ്ടേ? പറ, ജയിക്കണോ വേണ്ടേ? മിക്കവാറും ഓരോ സഭകളിൽ ദൈവദാസന്മാര് പറയും, ദൈവസഭയെക്കുറിച്ചും കൂട്ടായ്മയെക്കുറിച്ചും ദൈവം പ്രവർത്തിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് പോയി പറയണം. എവിടെ? ആരും പറയാറില്ല. സ്വന്തം കാര്യം ചിന്ത. ഇവിടെ സാത്താന്റെ ചില പ്രവർത്തികളെ കുറിച്ചും പിശാചിനെ കുറിച്ചും ഞാൻ കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ലാസ്റ്റ് യേശുവിൽ കൊണ്ട് നിർത്താം. ഇവിടെ ഓർക്കണം, വ്യത്യസ്തമായ രീതിയിൽ സാത്താൻ പ്രവർത്തിക്കും. വ്യത്യസ്തമായ, അടുത്ത ഹെഡിങ് ഇട്ടോണേ കേട്ടോ. വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്യും? സാത്താൻ പ്രവർത്തിക്കും. ഒന്ന് പറഞ്ഞേ. താങ്ക് യു സോ മച്ച്. ഇവിടെ ഒരു പ്രവൃത്തി ഞാൻ പറയാം. ഒരു 5-8 ഉണ്ട്. അതിൽ 2-3 പറയാതെ നിങ്ങൾ വിടുന്നതും ശരിയല്ല. വ്യക്തികളുടെ മേലെ സാത്താൻ പ്രവർത്തിക്കും. വ്യക്തികളെ ഉപയോഗിക്കും. പറഞ്ഞേ, വ്യക്തികളെ. അതിന് ആധാരമായിട്ട് ഞാൻ ഒരു വാക്യം കൊണ്ടുവരാം. 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഒന്ന് എടുക്കണം നമ്മളെ. 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 6-7 വാക്യങ്ങളാണ്. ഇവിടെ വ്യക്തികളുടെ മേലുള്ള ആക്രമണം, പിശാചി വ്യക്തികളെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ അതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ തരാം. ഇവിടെ പറയുകയാണ്, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ ഏത് ശിഷ്യനും അരുത്. പറയുന്നത് കേട്ടോ. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ
എന്തോ പിശാചിന് വന്ന ശിക്ഷ ഏതൻ പ്രദേശത്തിലേക്ക് നോക്കിയാൽ മതി. ജീവനുള്ള ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ദൂതന്മാർ അല്ലേ, ആ ദൂതന്മാരിൽ ഒരുവൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം അവന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം, ഈ ആൾക്കാരെല്ലാം എന്നെ ഒന്ന് ആരാധിച്ചിരുന്നെങ്കിലോ. നല്ലൊരു സ്ഥാനം കൊടുത്ത്, നല്ലൊരു പൊസിഷൻ കൊടുത്ത് ദൈവത്തിന്റെ രാജ്യത്തിൽ നിർത്തിയിരിക്കുക. പക്ഷെ ഹൃദയത്തിൽ വന്ന ഒരു തോന്നൽ, ഒരു നിഗളം, ഒരു അഹങ്കാരം, ഒരു അഹംഭാവം അവനെ ഭൂമിയിലേക്ക് അല്ലെ നാശത്തിലേക്ക്, ശാപത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്ന് അവനെ അതിനകത്തൂടെ നടത്താൻ ഇടയാക്കി. നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള അറിവ്, ബോധം നമ്മളെ ഭരിക്കുന്നെങ്കിൽ ദൈവം എന്ത് തന്നെ നന്മ തന്നാലും, ഏതെല്ലാം അനുഗ്രഹങ്ങൾ തന്നാലും ഇത് ദൈവത്തിന്റെ കരുണയാണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പോയി. നിസ്സാരമായ കാര്യമല്ല. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കൊതിച്ചിട്ടുണ്ട്, നല്ല വസ്ത്രം ധരിക്കാൻ കൊതിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ആ ദൈവത്തിന്, ഞാൻ എവിടെ ചെന്നാലും ഞാൻ പറയും, എൻ്റെ പഴയ ജീവിതത്തിൽ ദൈവം എന്നെ ഏത് രീതിയിൽ കൂടിയാ കൊണ്ടുവന്നെന്ന് ഞാൻ എവിടെ വചനം ശുശ്രൂഷിക്കാൻ അവസരം കിട്ടിയാലും ഞാൻ പ്രഖ്യാപിക്കും. ഇന്ന് പലർക്ക് നാണക്കേടാ. നേരം എടുക്കുന്നതിന് മുമ്പ് ഓട്ടം വഴി ഓടിയ കാര്യമൊക്കെ പറയാൻ നാണക്കേടായിരുന്നു. ശരിയാ, ഏതല്ല നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കും. ഒരു 10 വർഷം മുമ്പത്തെ നമ്മുടെ അനുഭവം, ഒരു 15 വർഷം മുൻപത്തെ നമ്മുടെ അനുഭവം, ഒരു 20 വർഷങ്ങൾക്ക് മുൻപുള്ള സാഹചര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ച് എത്ര ഭംഗിയായിട്ടാണ് ഈ ദൈവം നമ്മളെ മാറ്റിയതല്ലേ, നമ്മളെ സൂക്ഷിച്ചത്, നമ്മളെ കരുതിയത്. നമ്മൾ എങ്ങനെ ഈ ദൈവത്തിന് നന്ദി പറയേണ്ടത്? വ്യക്തികളിൽ ഈ പിശാച് വന്നിട്ട്, പിശാചിന്റെ ഏറ്റവും വലിയ സ്വഭാവം നിഗളിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരവും നിഗളവും വ്യക്തികളുടെ ഉള്ളിലേക്ക് കൊടുത്ത് ഏതെങ്കിലും ഒരു ജോലിയോ സ്ഥാനമോ മാനമോ പ്രമോഷനോ ഒക്കെ കിട്ടിയാൽ മതി, തീർന്നു. പിന്നെ അവന്റെ ധാരണ ഇവനാണ് ഈ കാര്യങ്ങളെല്ലാം ഇവന്റെ കയ്യിൽ കൂടിയാ പോകുന്നതെന്ന്. ഞാൻ പറയട്ടെ, ഒരു ഗ്യാസ് വിലങ്ങിയാൽ ആ ഗ്യാസ് വിലങ്ങിയത് എന്തിനാണെന്നറിയാൻ പോയി എടുക്കുന്ന ഒരു ECG-ക്കകത്തെ വേരിയേഷൻ പോലെ ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ അല്ലേ? മനുഷ്യന്റെ നിഗളവും അഹംഭാവവും ഒക്കെ എത്ര ഭയങ്കരം. ഒരു സെക്കൻഡ് മതി അല്ലെ, ഇന്ന് രാത്രി അല്ലെങ്കിൽ പോട്ടെ, ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് നമ്മൾ എത്ര പേര് ഇവിടുന്ന് ഓടി വീട്ടിലെത്തുന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. പറ്റുമോ? ഒരു സെക്കൻഡ് മതിയല്ലേ നമ്മുടെ ഈ ഭൂമിയില് ലൈഫ് ഇവിടെ തീരാനായിട്ട്? ഒരു സെക്കൻഡ്. ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പോ ഈ റീൽസ് വരുന്ന പോലെ കുറെ മരണ വാർത്തകൾ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ വന്നു പോകും, സങ്കടം വരും. ഇന്നലെ കണ്ട് കൈ പറഞ്ഞതാ, ഇനി ഞാൻ ചിരിച്ച് കാണിച്ചതാ, അതിന്റെ നല്ല ദിവസം ലിഫ്റ്റ് തന്നവനാ പോയി. നമ്മൾ സൂക്ഷിക്കണം. വ്യക്തികളെ പിശാച് എന്ത് ചെയ്യും? ഉപയോഗിക്കും. നിഗളവും അഹങ്കാരവും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവനെ തകർക്കാനായിട്ട് പിശാച് തന്ത്രങ്ങളെ മെനയും. രണ്ടാമത്, ഒരു വീടിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു ആത്മീക മനുഷ്യൻ പാർക്കുന്ന ദേശത്തെയോ പിശാച് എന്ത് ചെയ്യും? കൈക്കലാക്കും. കേട്ടിട്ടില്ലേ? ദേശത്തിന്റെ അധിപതി എന്നൊക്കെ പറയത്തില്ലേ? ദേശാധിപതി ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറഞ്ഞേക്കരുത്. ചില ദേശത്ത് ചെന്ന് പാർത്ത, ചില വീട്ടിൽ താമസിച്ച പ്രശ്നമല്ലേ? കേട്ടിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. സൂക്ഷിക്കണം. അപ്പം ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, ഏത് സാഹചര്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നമുക്ക് നമ്മുടെ കർത്താവിനെ, യേശുവിനെ ഉയർത്താനും ആ പ്രശ്നമുള്ളിടത്ത് യേശുവിനെ നാമത്തെ മഹത്വപ്പെടുത്താനും ഒക്കെ നമുക്ക് സാവകാശം കിട്ടണം, ഉണ്ടാകണം. അതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം. അപ്പൊ വ്യക്തികളെ ഉപയോഗിക്കും, ഭവനത്തെയും ചില സ്ഥലങ്ങളെയും കേന്ദ്രീകരിച്ചൊക്കെ ഇവരെന്ത് ചെയ്യും? പ്രവർത്തിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഗദരദേശത്ത് ഒരു യേശു കർത്താവ് ചെന്നപ്പോ അവിടെ ഒരു മനുഷ്യൻ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് തെക്കപ്പൊലിയിൽ നിന്ന് അപ്പനും അമ്മയും ഉപേക്ഷിച്ച് കൊണ്ടേയാക്കിയിരിക്കുക, ഗദരദേശത്ത് കൊണ്ടേയാക്കിയിരിക്കുക. ഈ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ സുന്ദരന, നല്ലൊരു പയ്യനായിരുന്നു. പക്ഷെ സംഭവിച്ച എന്തുവാ?
അവന് മാനസികം ആ പൈശാചികമായ ശക്തി അവന്റെ മേൽ വ്യാപരിച്ചിട്ട് അവനെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. അപ്പൊ വ്യക്തികളുടെ മേലും ഒക്കെ സ്ഥലത്തിന്റെ മേലും ഒക്കെ ആധിപത്യം പറയാനായിട്ട് ഈ സാധനം തയ്യാറായി നിൽക്കുകയാണ്. അതാണ് എഫെസ്യ ലേഖനത്തിലൊക്കെ വ്യക്തമായി പറയുന്നത്. സാത്താന്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. പറഞ്ഞേ, എതിർത്ത് നിൽക്കണം. അവൻ ഏതെല്ലാം വിധത്തിൽ തന്ത്രങ്ങളെ കൊണ്ടുവന്ന് നമ്മളെ വീഴിക്കാൻ ശ്രമിക്കുന്നുവോ അവനോട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, അല്ലേ? അവന്റെ ശക്തി അല്ലെന്ന് നമ്മുടെ മേൽ ഇരിക്കുന്നത്. നമ്മുടെ മേൽ ഇരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ മേൽ ഇരിക്കുന്നത് ലോകത്തിലുള്ളവന്റെ ശക്തിയേക്കാൾ വലിയ ശക്തിയാ എന്റെ മേൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് അവനെ തോൽപ്പിക്കാൻ നാം തയ്യാറാകണം. പിടികിട്ടില്ലേ? സൂക്ഷിക്കുക. നമ്മുടെ മനസ്സിനെ പിശാചിക്കും കുരുക്കും. പറഞ്ഞേ, മനസ്സിനെ വന്നല്ലോ പിടിച്ചിട്ട് പറയുക, കണ്ടോടാ ചാക്കോച്ചാൻ എന്ത് സുന്ദരനാ, കണ്ടവന്റെ മുഴുവൻ താടി കണ്ടോ, അവനെ പോലെ നിന്റെ ദേശത്തിന് ആരും ഇല്ലടാ. അപ്പോഴത്തേക്ക് ഇവിടെ മനസ്സിനകത്ത് മൊത്തം പിന്നെ ആരാ? ചാക്കോച്ചായ. കിട്ടിയോ? ചാക്കോച്ചായനോട് പറഞ്ഞു കൊടുക്കും, താണ്ട് കണ്ടോ നല്ല സ്ട്രേറ്റ് ഒക്കെ ചെയ്ത് ഒരെണ്ണം വന്നിരിക്കുന്നു. മുടിയൊക്കെ എന്നെ ചില പുരി എന്നെ ചെയ്ത് എത്ര എന്തോ ഇതൊക്കെ ചെയ്ത് വന്നിരിപ്പുണ്ട്. കണ്ടോ, അവളാണ് നിന്റെ വീട്ടിൽ വാഴേണ്ടതാ. അപ്പൊ മനസ്സിനെ വന്നെന്ത് ചെയ്യും? സാത്താൻ പിടിക്കും. നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം. നമ്മുടെ മൈൻഡിനെ എന്ത് ചെയ്യും? സാത്താൻ ഡൈവേർട്ട് ചെയ്യും, അല്ലേ? ചില എപ്പോഴും ഓർത്തോണം, ഇത് ദൈവികമാണോ? ഈ എന്റെ മുമ്പിൽ വന്ന് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്റെ മനസ്സിൽ കൊണ്ടുവന്ന ഈ ആശയം ഇത് ദൈവം കൊണ്ടുവന്നതാണോ സാത്താൻ കൊണ്ടുവന്നതാണോ? ഇതിനെ കുറിച്ച് വ്യക്തമായി ഗ്രാഹ്യം നമുക്കില്ല എങ്കിൽ അവന്റെ പ്രവൃത്തിയായിരിക്കും നമ്മുടെ ഭവനങ്ങളിൽ നടമാടുന്നത്. ഓക്കെ, മനസ്സിനെ ഈ സൈക്കാട്രിക് രീതിയിലുള്ള ചില പ്രവൃത്തികൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചുമ്മാ ചില ആൾക്കാര് വഴി കൂടെ അങ്ങ് നടക്കുന്നതാണ്, അല്ലെ വീട്ടിൽ കൂടെ നടക്കുന്നതാണ്. ചില ആൾക്കാർ ഇത് നടക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവന്റെ മനസ്സിനകത്ത് എന്തോ സാധനം അവന്റെ നാവിൽ കൂടി കിടന്ന് വരുന്നതാണ്. ഇവൻ അറിയത്തില്ല എങ്ങോട്ട് പോകണം, ഇവനെ അറിയത്തില്ല എന്ത് ചെയ്യണം. ആ മൈൻഡ് ഡൈവേർട്ടായി പോയാൽ, മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം കയറി വന്നാൽ ഇവൻ ആകമാനം മാനസികമായിട്ട് പോലും എന്ത് ചെയ്യും? പ്രശ്നത്തിനകത്ത്. ചില ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് ചില ആൾക്കാർ പിന്നെ ഇവിടുത്തെ പോട്ടെ ശരിയാകത്തില്ല. നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുമ്പോൾ വീട്ടിന്റെ വാതിൽ നമ്മൾ എന്ത് ചെയ്യും? താക്കോലിട്ട് പൂട്ടും. വണ്ടിയെ വന്ന് കയറിയിരിക്കുമ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ വീട് പൂട്ടി. പിന്നെ ഓടിച്ചെന്ന് എന്ത് ചെയ്യും? കേട്ടിട്ട് ഒന്നുകൂടെ തിരിച്ച് പിന്നെ എന്ത് ചെയ്യും? പിന്നെ വണ്ടിയിൽ അയ്യോ പൂട്ടിയായിരുന്നു, പിന്നെ എന്ത് ചെയ്യും? ഇങ്ങനെ കണ്ടിട്ടില്ല ഈ കളി? ചില വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. തന്നെ ഭിന്നം ചില വ്യക്തികൾ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിനകത്ത് സ്ഥിരതയില്ല, ഒരു ഉറപ്പില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാ? സൂക്ഷിക്കണം. അടുത്തത്, ചില ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിനകത്തുണ്ടാകുന്ന ചില ചിന്തകൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു പിക്ചർ കണ്ടാൽ ആ പിക്ചറിനെ നഗ്നമായിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിൽ കാണാം. ഒരു വ്യക്തിയെ കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ ആ വ്യക്തിയെ മോശമായ രീതിയിൽ നമ്മുടെ മനസ്സിൽ ചിത്രീകരിക്കാം. അങ്ങനെയുള്ള രീതിയിൽ ആ രീതിയിലൊക്കെയും നമ്മളെ പിശാച് എന്ത് ചെയ്യും? നടത്താം. കിട്ടുന്നുണ്ടോ? എന്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങള്? അത് സാത്താന്റെ വലിയൊരു കെണിയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു സാത്താന്റെ തന്ത്രങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ, ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മൈൻഡിനകത്ത് വരെ കയറി വരുന്ന ചിന്തകളെ പോലും ഒരു ആത്മീക മനുഷ്യൻ വിവേചിക്കാൻ പറ്റണം. ഇത് ഏത് രീതിയിൽ വരുന്നതാ, ഏത് പവറില ഇത് സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയും.
ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുക, ഇപ്പൊ ഇങ്ങനെ പ്രസംഗിക്കുക, എന്റെ കൂടെ വരണേ. ആ പുള്ളിയുടെ മൈക്ക് മേടിച്ചിട്ട് രണ്ടെണ്ണം കൊടുത്താലോ? അങ്ങനെ ആരും ചിന്തിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന്? പുള്ളിയുടെ മൈക്ക് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് പുള്ളിക്കിട്ട് അത് വെച്ച ഒരെണ്ണം കൊടുത്താലോ? ആര് ഒരാൾ ചിന്തിച്ചോ? അല്ലേ? രണ്ടുപേരും ആര് ചിന്തിച്ചേ? ആ സ്പിരിറ്റ് ആര് കൊണ്ടുവരുന്നതാ? സത്യമായിട്ടും സൂക്ഷിക്കണം. ഇപ്പൊ നമ്മൾ ഒരു നല്ലൊരു പൊസിഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ആ രീതിയിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നാൽ ഓർത്തോണം, ഇത് സാത്താന്റെ പണിയാണ് കേട്ടോ. പറഞ്ഞേ, സാത്താന്റെ പണിയാണ്. മനസ്സിൽ കിട്ടിയിരുന്നു ആരും കൊണ്ടിരുന്ന ചിന്ത. ഒരിക്കലും നമ്മൾ സാത്താന്റേതായ ഒരു സ്വഭാവങ്ങളിലും നാം വീണു പോകരുത്. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും? അഞ്ചാമത്തെ പോയിന്റ്, സാത്താൻ കൊണ്ടുവരുന്ന ലീഡ് നമ്മുടെ മുമ്പിലുള്ള എല്ലാ വഴികളെയും അടയ്ക്കാൻ ശ്രമിക്കും. നമ്മുടെ മുൻപിലുള്ള വഴികൾ എന്തിനായിരിക്കും നമ്മുടെ മുൻപിലുള്ള വഴി? ഇപ്പൊ നമ്മുടെ വീട്ടില് ഇപ്പൊ വിശ്വാസികൾ അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പറയുന്നത് കേൾക്കണം. വിശ്വാസികൾ അല്ല എങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മള് ഒരു കിണർ കുഴിച്ചു, ആരാണ്ട് പറഞ്ഞ് 10 അടിയിൽ വെള്ളം കാണും, 15 താത്തു വെള്ളമില്ല. അന്നേരം ഒരു വിശ്വാസി അല്ലെങ്കിൽ ഇവൻ ആദ്യം എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ക്ഷുദ്രക്കിണറ്റിൽ പോകും. ആണോ? അവൻ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവൻ തന്നു വിടുന്ന ഏതെങ്കിലും ഒരു സാമഗ്രി അവൻ അതുമായിട്ട് അവൻ വീട്ടിലും വരും. കിണറ്റിലിടാനുള്ളതാണ് കിണറ്റിലും കൊണ്ടിടും. അരേ കെട്ടാൻ പറഞ്ഞാൽ അത് എന്ത് ചെയ്യും? ഇല്ലേ? ഇവൻ ആരുടെ പക്ഷത്തായി? ആരെങ്കിലും പറയാം സാമ്പത്തിക വഴി അടഞ്ഞു കിടക്കുന്നത് ഇത് ഇന്ന കാരണത്താലാന്ന് പറയുമ്പോ അതെങ്ങനെയായാലും തുറക്കണം. അതിന്റെ ഏതറ്റം വരെയും എന്ത് ചെയ്യും? ഇവൻ പോകും. സാമ്പത്തികത്തിന്റെ ഏതുകൊണ്ട് ഏതറ്റം വരും പോകും. അവിടെ പോയിട്ട് ഏതെങ്കിലും ജപിച്ചതോ ജപിക്കാത്തതോ പൂജിച്ചതോ അല്ലാത്തതോ വഴിപാടോ അല്ലാത്തതോ എന്തും ഏത് രീതിയിലും കൊണ്ടു നടക്കാൻ ഇവൻ എന്ത് ചെയ്യും? തയ്യാറാണ്. കാരണം എന്താ പറയാമോ? നമ്മുടെ മുൻപിലെ വഴികളെ അടച്ച് സാത്താൻ അവന്റെ ചൊൽപ്പടിയിൽ നമ്മളെ ബന്ധിക്കുവാൻ, നമ്മളെ വീഴിക്കാനുള്ള സകല തന്ത്രങ്ങളും അവൻ വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ തന്ത്രങ്ങളോട് പറഞ്ഞ് എതിർത്ത് നിൽക്കണം. എത്ര പേർക്ക് സന്തോഷമുണ്ട് അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ? ഉറങ്ങുന്നവരോട് പറഞ്ഞു കൊടുത്ത് അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. ഒന്ന് പറഞ്ഞു കൊടുത്ത്, ഉറങ്ങുന്നവരോട് പറഞ്ഞു കൊടുത്ത് അവന്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. പിന്നെ ഓക്കെ, ഞാൻ പിന്നെ കുറച്ച് പോയിന്റുകളുണ്ട്. ഞാനത് പറഞ്ഞാൽ അത് കുറച്ച് ഏറെ പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ പ്രശ്നമല്ല, മുമ്പോട്ട് സമയം പോകും. അങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മളതെല്ലാം വളരെ നമ്മൾ സൂക്ഷിക്കാം. ഞാൻ എടുത്ത ആ ചിന്തയിലേക്ക് വേഗം പ്രവേശിക്കാം. വായിക്കാം 112-ാം സങ്കീർത്തനം, അതിന്റെ 10-ാമത്തെ വാക്യം. 112-ാം സങ്കീർത്തനം. ഇപ്പൊ പിശാചിന്റെ പരിപാടികൾ എന്തൊക്കെയാണ്? കുറെ കാര്യങ്ങൾ പിടികിട്ടി അല്ലേ? കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയോ? കുറച്ച് കാര്യങ്ങൾ ഉറങ്ങിപ്പോയപ്പോ കിട്ടിയില്ലാത്തവരുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഉറങ്ങിയവരുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പോകുന്നതിന് മുമ്പ് അത് പറഞ്ഞുതരാം. ബാക്കി മറന്നുപോയത് പറഞ്ഞു. ഓക്കെ, അപ്പൊ പിശാചിന്റെ തന്ത്രങ്ങളെ വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയണം. അവന്റെ തന്ത്രങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. അതിന് ദൈവത്തിന്റെ സർവ്വായുധവർഗം ധരിക്കണം. ഇവിടെ 112-ാം സങ്കീർത്തനം ഞാൻ എടുത്ത ഒരു വാക്യത്തിലേക്ക് വേഗം മടങ്ങി വരിക. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. 2, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും, അവന്റെ ആശ നശിച്ചു പോകും. ഈ 3 പോയിന്റ് എന്ന് പറയാമോ? അത് കണ്ട് വ്യസനിക്കും, പല്ല് കടിച്ച് ഉരുകിപ്പോകും, ആശ. ഇത് വേണോ വേണ്ടോ എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ചോദിക്കുക. വേണോ വേണ്ടയോ? വേണം. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വ്യക്തമായി പഴയ നിയമത്തിലെ സങ്കീർത്തനക്കാരൻ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഇതിന്റെ 1-ാമത്തെ വാക്യം. ആ വാക്യം എന്താ പറയുന്നത്? 1-ാമത്തെ പോയിന്റ് പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞേ. യഹോവ ജീവനുള്ള സർവശക്തനായ ദൈവം. ഇവിടെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു താഴേക്ക് വന്നു. പിശാച് ഏതെല്ലാം വഴികളിലാണ് പ്രവർത്തിക്കുന്നത്, അവൻ ഏതെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഇതിനെ കുറിച്ച് എല്ലാം വ്യക്തമായി നമ്മൾ കേട്ടു. പക്ഷെ ഇപ്പോൾ പിശാച് കൊണ്ടുവരുന്ന മനസ്സിനെയോ വ്യക്തിയോ സ്ഥലത്തെയോ വീടിനെയോ അല്ലെങ്കിൽ ഏതെല്ലാം ഭാഗത്തെ അവൻ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നുവോ അവന്റെ ചൊൽപ്പടിയിൽ
ആഗ്രഹിക്കുന്നുവോ ഇവിടെ ഒന്നും അവന്റെ യാതൊരുവിധ ആഗ്രഹങ്ങളും ഫലിക്കാതിരിക്കുവാൻ ദൈവം തന്റെ മക്കൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും മഹനീയമായ ശുശ്രൂഷ ദൈവത്തെ സ്തുതിക്കുക. എത്ര പേർക്ക് സ്തുതിക്കാൻ പറ്റും? കരം ഉയർത്തി നന്നായിട്ട് കരം ഉയർത്തുന്ന സഹോദരൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മൾ സ്തുതിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പിശാച് പല്ല് കടിച്ച് ഉരുകിപ്പോകും. ഞാൻ യേശുവേ നീ എത്ര വലിയവൻ എന്ന് ഞാൻ എന്റെ നാവ് കൊണ്ട് പറയുമ്പോൾ പിശാചിയും ഉരുകാനായിട്ട് തുടങ്ങും. അവന്റെ ആശ നശിക്കാൻ തുടങ്ങും. അവൻ പല്ല് കടിച്ചുരുകും, ആശ നശിക്കും, അവൻ വ്യസനിച്ച് പോകും. എന്ത് ചെയ്താൽ? ദൈവത്തെ സ്തുതിച്ചാൽ. എങ്ങനെയാ ദൈവത്തെ സ്തുതിക്കുന്നത്? പാട്ട് പാടി കഴിവല്ല കൃപയാണെന്നുള്ള ആ പാട്ടാ പാടിയതെങ്കിൽ ആ പാട്ടിനകത്തെ വരികളിൽ നമ്മുടെ ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ പാടിയത്, ആ ദൈവത്തിന്റെ കഴിവ് പറഞ്ഞത്, ആ കഴിവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഉയർത്തണം. അതാ സ്തുതി. ഹല്ലേലൂയ. കേട്ടപ്പോ ചോദിച്ചില്ലേ അമ്മേ, എന്താ ദൈവത്തെ സ്തുതിക്കുന്നത്? ആ പാട്ടിനകത്തെ വരികൾ നമ്മൾ എടുത്ത്, കർത്താവേ നീ അത്ഭുതത്തിന്റെ ദൈവം, നീ രക്ഷകനാ, നീ സൗഖ്യമാ, നീ വിടുതലിന്റെ ദൈവമാ. ഇതൊക്കെ ആര് പറയണം? അവന്റെ മക്കളായ നമ്മൾ നമ്മുടെ പിതാവായ ദൈവത്തെ അല്ലെങ്കിൽ പുത്രനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പാടി നമ്മുടെ നാവ് കൊണ്ട് വാഴ്ത്തുവാനായിട്ട് കഴിയണം, സ്തുതിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഓരോ പാട്ടുകൾ പാടി കഴിയുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എന്ത് ചെയ്യണം? ഓരോരുത്തരും നമ്മുടെ ദൈവത്തെ നാവ് തുറന്ന് സ്തുതിക്കണം. എന്തിനാണെന്ന് അറിയാമോ? അവന്റെ ആശ നശിച്ചു പോകാൻ, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകാൻ, അവൻ വ്യസനിച്ച് ഓടുന്നത് കാണാൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒന്നാമത് പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ എങ്ങനെ എതിർക്കുന്നതെന്ന് അറിയാമോ? സർവശക്തനായ ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമ്മുടെ നാവിനെയും കരങ്ങളെയും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ഒന്ന് വിട്ടുകൊടുത്താൽ മതി, സാത്താന്റെ അടവുകൾ തോൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത് സാത്താന്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? വചനം പറയുന്ന ഒന്നാമത്തെ വാക്യം, അവനെ ഭയപ്പെടുക. യഹോവ എന്ത് ചെയ്യുക? ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടുക. ഒന്നാമത്തെ പോയിന്റ് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണെങ്കിൽ സാത്താൻ നമ്മെ വിട്ട് ഓടിപ്പോകാൻ, നമ്മുടെ ഭവനം വിട്ട് മാറാൻ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാൻ രണ്ടാമത് സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യമാ, യഹോവയായ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഭയപ്പെടണം. മറന്നു പോകരുത്. ഒന്നാമത്തെ പോയിന്റ് ഹൃദയത്തിലേക്ക് ഒന്ന് എഴുതിയിട്ട് ദൈവത്തെ സ്തുതിക്കണം. രണ്ട്, ദൈവത്തെ ഭയപ്പെടണം. ഇന്ന് ആരെയും ഭയപ്പെടുന്നത്? ദൈവഭയമുള്ള സഭയെ കാണും. ദൈവഭയം ഇല്ലെങ്കിൽ എല്ലാം കപ്പിയായിട്ടിരിക്കും. ഇവിടെ ഇടുന്നുണ്ടോ? നമ്മുടെ ജീവിതം ദൈവഭയത്തിലുള്ള ജീവിതം. ഒന്ന്, സാത്താനെ നമ്മൾ തിരിച്ചറിയണം, അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് അറിയണം, അവനെ തോൽപ്പിക്കാൻ സർവായുധ വർഗം എടുക്കണം. എന്താ സർവായുധ വർഗം? മൂന്നാമത്തെ കാര്യം പറയാ, അവന്റെ കൽപ്പന, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം. ഇതെവിടെ ഉണ്ടാകണം? നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണം. ഹല്ലേലൂയ. ഒന്നാമത്തെ പോയിന്റ് എന്ത് ചെയ്യാ? ദൈവത്തെ സ്തുതിക്കുക. രണ്ട്, ദൈവത്തെ ഭയപ്പെടുക. മൂന്ന്, ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുക. ഈ മൂന്ന് കാര്യം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പത്താമത്തെ വാക്യം, അവൻ അത് കണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ പിശാചി വ്യസനിക്കും. ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവൻ പല്ല് കടിച്ചുരുകി പോകും. ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവന്റെ ആശ നശിച്ചു പോകും. ഹല്ലേലൂയ. പിശാചി കയറി കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓർത്തോണം, ഇന്നു മുതൽ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണ്. പിശാചി കിടന്ന് നമ്മളായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ഭയം, ദൈവഭയം നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതും വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുമായി തീർന്നാൽ 100% പിശാചിന്റെ ആഗ്രഹങ്ങൾ അപ്പാടെയോടും. ഞാൻ അവസാനിപ്പിക്കുക. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ വാക്യം മോളെ, രണ്ടാമത്തെ വാക്യം വേഗം കേട്ടോടെ, ഞാൻ ഓടിച്ചു വിടുകയാണ്. രണ്ടാമത്തെ വാക്യം, ഒന്നാമത്തെ വാക്യം, സ്തുതിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നവൻ എന്ത് ചെയ്തറിയാമോ? അവന്റെ സന്തതി, ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നവന്റെ സന്തതി
സന്തതി ഈ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നമ്മളൊന്നും ചെന്ന് അവനെ തൊട്ട് പ്രാർത്ഥിക്കൊന്നും വേണ്ട. ദൈവം സംരക്ഷിച്ചോളൂ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നവനാണെങ്കിൽ, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നവനാണെങ്കിൽ, ഞാൻ ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നവനാണെങ്കിൽ എന്റെ തലമുറയെ സൂക്ഷിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അടുത്തത് പറയുക, അവന്റെ തലമുറ ഇരുളിൽ നേരുള്ളവരുടെ തലമുറ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. മൂന്നാമത്തെ വാക്യം വായിച്ചപ്പോൾ ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ. ഐശ്വര്യവും സമ്പത്തും ഉണ്ടാക്കാൻ ഉപവാസം ഒന്നും എടുക്കണ്ട. കിടന്ന് നെടുപ്പാട് വീണ് പ്രാർത്ഥിക്കൊന്നും വേണ്ട. കാർ വേണമെന്നും പറഞ്ഞ് കിടന്ന് ഓടി നടക്കണ്ട. ഞാനൊന്ന് ഒരു കാര്യം പറയാം, ദൈവത്തെ സ്തുതിക്കാനും ഭയപ്പെടാനും ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കാനും തയ്യാറാണെങ്കിൽ ഈ ഭൂമിയിൽ വേണ്ട സകലവും നമ്മുടെ വീട്ടിൽ തരാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. നല്ല ഒരു ആമേൻ പറ. ഐശ്വര്യം സമ്പത്തും അവന്റെ വീട്ടിൽ വരും. പിന്നെന്താ പറയുന്നത്? അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അടുത്ത വാക്യം, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അവൻ കൃപയും കരുണയും ഉള്ളവനായി തീരുന്നു. അടുത്തത്, കൃപ തോന്നി അവൻ വായ്പ കൊടുക്കും. അവൻ ശുഭമായിരിക്കും. അടുത്ത വാക്യം വായിച്ചേ. അടുത്തത് 6. അവൻ ഒരു നാളും എന്ത് ചെയ്യത്തില്ല? ആരും കുലുങ്ങി പോകത്തില്ല. പറഞ്ഞേ, യഹോവയെ സ്തുതിക്കുന്നവൻ കുലുങ്ങി പോകത്തില്ല. യഹോവയെ ഭയപ്പെടുന്നവൻ കുലുങ്ങി പോകത്തില്ല. യഹോവയുടെ വചനത്തെ മുറുകെ പിടിക്കുന്നവൻ കുലുങ്ങി പോകത്തില്ല. ചെത്തി വന്നാലും കുലുങ്ങത്തില്ല. രോഗം വന്നാലും കുലുങ്ങത്തില്ല. കടബാധ്യത വന്നാലും അവൻ കുലുങ്ങി പോകത്തില്ല. എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുന്നയോ മക്കളെ? ഹല്ലേലൂയ. എല്ലായിടത്ത് കീറി എന്ന് പറഞ്ഞാലും ആമാശക്കലയ്ക്ക് ഇവിടെ കിടന്ന് ചാടിയാലും ഞങ്ങൾ ഇവിടെ കുലുങ്ങത്തില്ലെന്ന് പറഞ്ഞ ജലം ഇരുന്നോ? എനിക്കെന്ത് പോകും? എനിക്കൊന്നും പോകുന്നില്ല. ഹല്ലേലൂയ. പിടികിട്ടിയോ? ഞാൻ എത്ര ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചത് ദൈവം തന്ന വചനമാണെന്നറിയാം. അതുകൊണ്ട് എനിക്ക് ഇവിടെ ചാടിത്തുള്ളി പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും വലിയ കാര്യങ്ങളാ എന്റെ ജീവിതത്തിൽ തമ്പുരാൻ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. മോളെ വായിച്ച് 7-ാമത്തെ വാക്യം. ഗോസിപ്പ് പറഞ്ഞേ. ഗോസിപ്പ് നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവനാണെങ്കിൽ നമ്മൾ ഭയപ്പെടത്തില്ല. നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. ദുർവർത്തമാനം, ഗോസിപ്പ്. ഗോസിപ്പിന്റെ പേര് പരദൂഷണം. പരദൂഷണം പറഞ്ഞുകൊണ്ട് വന്നാലും നമ്മൾ കുലുങ്ങത്തില്ല. അല്ലെങ്കിൽ അടുത്തത്, അവന്റെ ഹൃദയം എവിടെ? യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ഓ, എത്ര ഭയങ്കരം. പിന്നെ അവന്റെ ഹൃദയം ഭയപ്പെടത്തില്ല, സ്ഥിരമായിരിക്കും. അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും. എത്ര നല്ലൊരു കർത്താവാ. 3 കാര്യങ്ങൾ പോലും വ്യക്തമായിട്ട് സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. സ്തുതിക്കാൻ തയ്യാറുള്ളവർ സ്തുതിക്കട്ടെ. ദൈവത്തെ ഭയപ്പെടാൻ പറ്റുന്നവർ ഭയപ്പെടട്ടെ. ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കാൻ പറ്റുന്നവർ മുറുകെ പിടിക്കട്ടെ. ഈ 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാനായിട്ട് പറ്റും. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല സമയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കും. പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് വ്യക്തമായ അറിവും ജ്ഞാനവും ഞങ്ങൾക്കുണ്ട്. അതിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതാണ്. ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ ഭയപ്പെട്ടും അവിടുത്തെ വചനത്തെ മുറുകെ പിടിച്ചും നിൽക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ ഞങ്ങൾക്കറിയാം പിശാച് പല്ലുകടിച്ചൊഴുകിപ്പോകും. അവന്റെ ആശ നശിച്ചു പോകും. അവൻ ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവപ്രവൃത്തി കണ്ട് ഉരുകി വ്യസനിക്കും. പിതാവേ, ദൈവികമായിട്ടുള്ള നല്ല ബന്ധം കീപ്പ് ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സ്വർഗം സഹായിക്കും. ഓരോ കുടുംബങ്ങളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, പല വേദനകൾ, പല വിധത്തിലുള്ള നിരാശകൾ ഒക്കെ ഉടലെടുക്കുന്നുണ്ട്. ഇതിനെല്ലാം പിന്നിൽ സാത്താന്റെ പണിയാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്നതിന് സമയം മാറ്റിവെക്കുവാൻ, ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുന്നവരായി, കർത്താവിനെ ഭയപ്പെടുന്നവരായി ജീവിക്കാൻ ഞങ്ങളെ എല്ലാവരെയും തമ്പുരാൻ സഹായിക്കണം. ഇന്ന് ഞങ്ങൾ കേൾക്കപ്പെട്ട ഓരോ വചനവും അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കട്ടെ. തമ്പുരാന്റെ കരങ്ങളിലേക്ക് എത്തിക്കുന്നു. മഹത്വം കർത്താവിന്. യേശുവിന്റെ